എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉറങ്ങാനേ പറ്റുന്നില്ല, മറുതലയ്ക്കൽ അങ്ങേയറ്റം ക്ഷീണിച്ച ഒരു സ്വരം. തിരിച്ച് ഒരു മറുപടി എളുപ്പമായിരുന്നില്ല. ഉറക്കഗുളികകൾക്കൊന്നും തൊടാനാവില്ലല്ലോ അമ്പേ തകർന്ന ഒരു മനസ്സിൻ്റെ പൊള്ളലുകളെ. പ്രിയമുള്ളവരെ, എപ്പോഴാണ് നാളുകളോളം ഉറങ്ങാൻ പറ്റാതെ മനുഷ്യർ കഴിയേണ്ടി വരിക? ജീവിതത്തെ അപ്പാടെ എടുത്തെറിയുന്ന ഒരു സങ്കടത്തിൻ്റെ മുന്നിലാണത്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണം, അതും അപ്രതീക്ഷിതമെങ്കിൽ, ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന രോഗങ്ങളോ ദുരിതങ്ങളോ അപകടങ്ങളോ മെൻ്റൽ ഷോക്കിലേക്ക് എത്തിച്ചേക്കാവുന്ന ചില ദുരനുഭവങ്ങൾ, ഉദാഹരണം ഏറ്റവും അടുത്ത ഒരാളുടെ വഞ്ചന. സ്നേഹമുള്ളവരെ, ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെ പലപ്പോഴും നമുക്ക് നമ്മളായി തുടരാനായിട്ട് സാധിക്കുകയില്ല. വേറെ ആരോ ഒരാളായി എങ്ങനെയോ നമ്മൾ മാറിപ്പോവുകയാണ്. നാളെയെ പറ്റിയുള്ള പ്രതീക്ഷകൾ പൂർണ്ണമായും പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. ജീവിക്കുവാനുള്ള ആശ മനസ്സിൽ നിന്ന് തന്നെ തൂത്ത് മാറ്റപ്പെടുകയാണ്. പുതിയതും പഴയതുമായ അതിജീവന കഥകളൊന്നും നമ്മെ തൊടുക പോലുമില്ല. എന്തിന്? അതിജീവനം എന്നത് തന്നെ ഒരു ആവശ്യമെന്നേ പലപ്പോഴും തോന്നില്ല. ഒരിക്കൽ നമ്മെ ഭ്രാന്തമായി ആകർഷിച്ചിരുന്ന എല്ലാ ആനന്ദങ്ങളോടും രുചികളോടും നമുക്ക് ഓക്കാനമേ തോന്നുകയുള്ളൂ. സ്നേഹവും ബന്ധങ്ങളും യാത്രകളും നേട്ടങ്ങളും കൂട്ടും കാമവും പണവും പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ അടച്ചു കളഞ്ഞ ഏതോ പുസ്തകത്തിലെ ജീവനില്ലാത്ത വെറും അക്ഷരങ്ങളാകുന്ന ഒരു പുതിയ നടപ്പാത. പകലും രാവും ഒരുപോലെ, ഉറക്കമില്ലാതെ, ചിരിയും കരച്ചിലുമില്ലാതെ, ഒന്നും ആരോടും പറയാനില്ലാതെ, വേറൊരു ലോകം, വേറൊരു മനസ്സ്. ഇങ്ങനെയൊരു പ്രതിസന്ധിയിൽ പെട്ടുപോയിട്ടുണ്ടോ? ആർക്കും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പക്ഷേ അങ്ങനെ വട്ടം കറങ്ങിപ്പോയ മനുഷ്യർ ഈ ഭൂമിയിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. കാരണങ്ങൾ പലതാണെങ്കിലും അങ്ങനെ ഒരാൾ അടുത്തു വന്ന് നിന്നാൽ എന്തു പറയും നമ്മൾ? ഒരു ഫിലോസഫിക്കും ഒരു തിയോളജിക്കും ഒരു പോസിറ്റീവ് തിങ്കറിനും അത്ര എളുപ്പത്തിൽ കിടത്താനാവാത്ത ഒരു അഗ്നികുണ്ഡത്തിൻ്റെ മുന്നിലാണ് അപ്പോൾ നമ്മൾ. സ്വർഗസ്ഥനായ പിതാവേ പ്രാർത്ഥനയുടെ രണ്ടാം പകുതി ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ: അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഈ അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്ന് വെച്ചാൽ കാപ്പി, ഊണ്, അത്താഴം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്നന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഊർജമാണത്. ഇന്ന് കിടന്നുറങ്ങുവോളം പിടിച്ചു നിൽക്കാനായിട്ടുള്ള ദൈവകൃപയാണത്. ഇപ്പോൾ ഞാൻ തകർന്നു വീഴാതിരിക്കാൻ എനിക്ക് ആവശ്യമുള്ള മിനിമം ബലമാണത്. മറുതലയ്ക്കലെ മൗനത്തോട് ഇതാണ് അന്നേരം എനിക്ക് മറുപടി പറയുവാനായിട്ട് തമ്പുരാൻ തോന്നിച്ചത്. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന്, ഇപ്പോൾ, ഈ രാത്രി വരെ ഞാൻ തകരാതിരിക്കുവാനുള്ള ഒരിറ്റ് കൃപ, അതുമാത്രം മതി. തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു വമ്പൻ അത്ഭുതമോ പൂർണ്ണമായ പരിഹാരങ്ങളോ എല്ലാം മറക്കാനുള്ള മറവിയോ ഒന്നുമല്ല. അന്നേക്കുള്ള ആഹാരം, അത് മാത്രം. നാളത്തെ കാര്യം നാളെ ഉണ്ടാകുമോ എന്നറിയില്ല. ഉണർന്നാൽ വീണ്ടും അന്നന്ന് വേണ്ടുന്ന കൃപ. സത്യത്തിൽ അത്രയുമല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളൂ. വേറെ ഒത്തിരി നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു കൂട്ടാനാണ്? എന്തിനു വേണ്ടിയാണ്? ഈ ചിന്ത എൻ്റെ ജീവിതത്തെയും ഒരുപാട് മാറ്റിക്കളഞ്ഞു. കാരണം നാളെ എന്നെക്കുറിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പദ്ധതി ദൈവം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ വേണ്ട. അന്നന്നത്തെ ആഹാരത്തിനുള്ളിൽ നാളത്തേക്കുള്ള ജീവൻ ഒളിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ആര്? നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്കോ ഇത് തീർച്ചയായും ഉപകാരപ്പെടും എന്നെനിക്ക് ഉറപ്പാണ്. ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അന്നന്ന് വേണ്ടത് മാത്രം ചോദിക്കുക. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനം. എന്ന് മലവുകളിലിരുന്ന് യേശുനാഥൻ വിളിച്ചു പറഞ്ഞത് ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടായിരുന്നിരിക്കണമല്ലേ? തീർച്ചയായും അതേയെന്നാണ് ഞാൻ കരുതുന്നത്, വിശ്വസിക്കുന്നത്. ഇത് നോമ്പുകാലം, ജീവിതം തന്ന മുറിവുകളെ കൃപയിൽ സ്നാനം ചെയ്യിക്കുവാനുള്ള ഒരു കാലം. ജീവിതത്തിൽ അമ്പയെ തകർത്തെറിയപ്പെട്ട ആ പ്രിയപ്പെട്ട ഒരാളുടെ കരം ഓർത്തു പിടിച്ച്
ഒന്ന് പ്രാർത്ഥിച്ചേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. തമ്പുരാൻ അത്ഭുതങ്ങൾ തീർച്ചയായും പ്രവർത്തിക്കും, ഒരു സംശയവും നമുക്ക് ആർക്കും വേണ്ട. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.